ഇപ്പോൾ കോട്ടയത്ത് നിന്ന് സനോജ് കൂടി നമ്മൾക്കൊപ്പം എത്തുന്നുണ്ട്. സനോജ്, കോട്ടയമാണ് ഇന്നലെ ഈ പറഞ്ഞതുപോലെ. ഇന്നലെ സനോജ്, റെഡ് അലേർട്ടിലൊന്നും കോട്ടയം ഉണ്ടായിരുന്നില്ല അല്ലേ രാവിലെ? പിന്നീട് മഴ കനത്ത് പിടിച്ചു വന്നു, റെഡ് അലേർട്ടിലേക്ക് മാറി, ഉരുൾപൊട്ടലുണ്ടായി. ഇന്നലെ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു? ശരത്ത്, നമ്മളിപ്പോൾ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്താണ് മഴ തുടങ്ങിയിട്ടുള്ളത്. കാരണം ഇന്നലെ പെയ്ത മഴ മാറി നിന്നു. ഉച്ചയ്ക്ക് ശേഷം കാര്യമായ മഴ പെയ്തില്ല. രാത്രിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചാറ്റൽ മഴ മാത്രമാണ് ഉണ്ടായിരുന്നത്. പുലർച്ചെ 7 മണി വരെ മഴ മാറി നിൽക്കുകയായിരുന്നു. 7 മണി മുതൽ കാര്യങ്ങൾ മാറി മറയുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. നമ്മൾ ലൈവിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ മഴയുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ആകാശം മേഘാവൃതമായി ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. ഇന്നലെയും ഇതേ സമാനമായ സാഹചര്യമായിരുന്നു. 8:30 വരെ മഴയുണ്ടായിരുന്നില്ല. 8:30 മുതൽ പെയ്ത അതിശക്തമായ മഴ, വെറും 3 മണിക്കൂർ മാത്രം പെയ്ത മഴയെ തുടർന്നാണ് മീനച്ചിലാർ കരകവിഞ്ഞൊഴുകി, മണിമലയാർ കരകവിഞ്ഞൊഴുകി, ഉരുൾപൊട്ടലുണ്ടായി, വ്യാപകമായ നാശനഷ്ടമുണ്ടായി, താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി, നിരവധി കുടുംബങ്ങൾ വീടുകളിലേക്ക് വെള്ളം കയറി, നിരവധി ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അങ്ങനെ ഒരു ദുരിതമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അതിന് സമാനമായ സാഹചര്യമാണ് ഇന്ന് എന്ന് മനസ്സിലാക്കാനാണ് നമുക്ക് കഴിയുന്നത്. കാരണം ഇപ്പോൾ മഴ ആരംഭിച്ചിട്ടുണ്ട്. വരും മണിക്കൂറിൽ മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ സമാനമായ ഒരു സാഹചര്യമായിരിക്കും, ഇന്നലത്തേതിന് സമാനമായ സാഹചര്യം തന്നെയായിരിക്കും ഇന്നും ഉണ്ടാവുക. എന്തായാലും മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഇന്നലെ 3 ഇടങ്ങളിലാണ് ഉരുളുപൊട്ടിയത്. ഭരണങ്ങാനത്ത്, ഇടവറകിൽ, ഒപ്പം തന്നെ തലനാട് പഞ്ചായത്തിൻ്റെ 2 ഇടങ്ങളിൽ, അങ്ങനെ 3 ഇടങ്ങളിലാണ് ഉരുളുപൊട്ടിയത്. 16 വീടുകൾ ഭാഗികമായി നാശനഷ്ടം സംഭവിച്ചു. 1 വീട് പൂർണ്ണമായും തകർന്നു. അങ്ങനെ വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ 2 പേരെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ, പ്രത്യേകിച്ച് മുണ്ടക്കയത്ത് മണിമലയാറ്റിലാണ് ഇന്നലെ ഒരാളെ കാണാതായത്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ രാത്രി വൈകിയും തുടർന്നിരുന്നുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ പുലർച്ചെ അദ്ദേഹത്തിനായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. വൈക്കത്ത് ഒരാളെ കാണാതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ വള്ളം മറിഞ്ഞ് ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും, പ്രത്യേകിച്ച് ഈ കിഴക്കൻ മേഖലയിൽ അതിശക്തമായ മഴ ശക്തി പ്രാപിക്കുമ്പോൾ പലപ്പോഴും പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് വെള്ളം ഒഴുകിയെത്തുന്നത്. മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുമ്പോൾ ആ വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് അപ്പർ കുട്ടനാടിൻ്റെ ഭാഗമായിട്ടുള്ള കോട്ടയം ജില്ലയുടെ തിരുവാർപ്പ് പോലെയുള്ള അയ്മനം, ആർപ്പുക്കര പോലെയുള്ള പഞ്ചായത്ത് പരിധികളിലേക്കാണ്. എന്നാൽ മീനച്ചിലാർ കരകവിഞ്ഞൊഴുകിയതിൻ്റെ ഭാഗമായി പല പാടശേഖരങ്ങളും വെള്ളത്തിന് ആയിട്ടുണ്ട്. എന്നാൽ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് എങ്കിലും കാര്യമായ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടില്ല. പക്ഷേ ഈ മീനച്ചിലാറിൻ്റെയും മണിമലയാറിൻ്റെയും ഒക്കെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന പല ആളുകളെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഇതുവരെ 11 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. മൊത്തം 332 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. അതിൽ 126 സ്ത്രീകളും 125 പുരുഷന്മാരും 81 കുട്ടികളുമാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. വരും മണിക്കൂറിൽ മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ജില്ലയിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ശരത്ത്.